कादरामिना बैचा बैचा चोर कादरामिना क्या करेगा ഒരു മാതിരി ബ്രാഞ്ച ബൈച്ചിട്ടി പോടാ തുന്നിട്ടി പോടാ. സുബന്റെ മോനെ പാട്ട് വായിക്കാൻ എഴുന്നിട്ട് പാട്ടോടെയെന്ന് കേണേ നിക്കട്ടണേ. ഞാൻ വിചാരിച്ചു മംഗലപ്പുറക്ക ഇല്ലേന്ന്. ഛേ അല്ല, വാർത്ത വായിക്കാൻ സമയായി. ഹലോ, ശവസംസ്കാരം. ഞാൻ മംഗലാപുരം പുത്തൂർ ഉമ്പായിച്ച എന്റെ ഏട്ടൻ ബീരാഞ്ച. ഞാൻ മംഗലം കഴിച്ചിട്ട. സ്പോർട്സ് ഭാരത്തിലേക്ക് സ്വാഗതം. മെഡ്മിക്സ് ലേഖകൻ കലാം നെയ്ച്ചോർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ഉഷാറാക്കുന്നുണ്ട്. വനിതകൾക്കായുള്ള പുരുഷന്മാരുടെ 200 മീറ്റർ കൊത്തങ്കൽ മത്സരത്തിൽ ഇന്ത്യയുടെ മലയാളി താരം വീരിച്ചേരി സ്വദേശിനി കുതിർമല കദിസ്ത 26-23, 23-26 എന്ന സ്കോറിന് കസാക്കിസ്ഥാന്റെ റസാഖിനെ തോൽപ്പിച്ചു. കദിസ്ത ഇന്ന് ഉച്ചയ്ക്ക് തങ്കയത്തിലെ ഹംസന്റെ ഓട്ടോറിക്ഷയിൽ ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. നാളെ തങ്കയമുക്കിൽ നിന്നും വീർച്ചേരിയിലേക്ക് കദിസ്ഥാനെ മാനയിച്ചു കൊണ്ടുള്ള മൗനജാതിയും അനുശോചന യോഗവും നടക്കും. വനിതാ പെണ്ണുങ്ങളുടെ ഷോട്ട് പുട്ടിലും ഇന്ത്യക്ക് സ്വർണം കിട്ടിയിട്ടുണ്ട്. ഉസിലാംപെട്ടി സ്വദേശിനിയും തങ്കയം കോളനിയിൽ സ്ഥിരതാമസക്കാരിയുമായ കൈച്ചൂത്ത അന്ത്രുമാൻ 20 മീറ്റർ ദൂരം എറിഞ്ഞ് സ്വർണം നേടിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും കൈച്ചൂത്ത അന്ത്രുമാൻ നമ്മോടൊപ്പം ചേരുന്നു. കൈച്ചൂത്ത, എങ്ങനെയാണ് നീക്ക് സ്വർണം കിട്ടീനി? ഇത്ര നല്ല അമ്മിക്കുട്ടി ഇത്ര ദൂരെ എറിയാ എങ്ങനെയാണ് എനിക്ക് കഴിഞ്ഞ? നീ ഭയങ്കര മോളൻ കേട്ടാ. നീ കോച്ചിങ്ങിനേറ്റം പോയിനാണ്? കോച്ചിങ്ങാ? കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ട. പിന്നെ കോച്ചിങ് പന്നി ഹിമാറ്. എന്റെ മാപ്പിള അന്ത്രുമാൻ എപ്പം കുച്ചിട്ട് വരും. എന്നെയും പിള്ളേരെയും ഒരുപാട് ചെയ്യും. ജയിക്കാൻ വയ്യാണ്ട് ആദ്യം കല്ലൊക്കെ എറിയാൻ തുടങ്ങി. പിന്നെ അമ്മിക്കുട്ടി കൊണ്ട് എറിയാൻ തുടങ്ങി. കുറെ കഴിയുമ്പോ പിന്നെ അന്ത്രുമാനെ തന്നെ ഞാൻ എടുത്തെറിയാൻ തുടങ്ങി. അങ്ങനെയാണ് മോനെ ഞാൻ ഷോർട്ട് പുട്ടിലും അരിപ്പുട്ടിലും ഉഷാറായത്. അങ്ങനെയാണ് മോനെ എനിക്ക് ഈ ഏരിയയിൽ 1ാം സമ്മാനം കിട്ടിയത്. വളരെ നന്ദി കൈച്ചൂത്ത, ഇത്രയും വിവരക്കേട് പറഞ്ഞു തന്നതിന്. ഗുസ്തിയിലും ഇന്ത്യക്ക് സ്വർണം കിട്ടിയിട്ടുണ്ട്. 110 കിലോഗ്രാം വിഭാഗത്തിൽ കൊറിയയുടെ മറിയത്തിനെ മലർത്തിയടിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെങ്കാശി സ്വദേശി മുനിയാണ്ടി സ്വർണം പറിച്ചിട്ടുണ്ട്. മുനിയാണ്ടി പൊള്ളയിലുണ്ട്, നമുക്ക് ഓനെ വിളിക്കാം. ഹലോ മുനിയാണ്ടി, സ്വർണം കിട്ടിയിട്ട് നിനക്ക് എന്തെന്ന് തോന്നുന്നേ? ഞാൻ പറ ഷെയ്ത്താൻ, എനിക്ക് സമയമില്ല. கோல்டு கிட்டியதில் எனக்கு ரொம்ப சந்தோஷம். இந்த மாதிரி கோல்டு ஆദ്യമായി பார்க்குது. இது விட்டு சாராயம் சாப்பிடணும், சினிமாக்கு போகணும், பாக்கி காசு இருந்தா தோசை இட்லி எல்லாம் சாப்பிடணும். நல்ல பிரபாதமாயிருக்கும். ശരിക്കും சொன்னா ഞാൻ ജയിക്കല தெரியுமா? 2 വാരമായി ഞാൻ കുളിച്ചിട്ട്. നാറ്റം കാരണം എന്റെ എതിരാളി ഇറന്നു പോയിട്ടാ, അതായത് മരിച്ചു പോയിട്ടാ. അന്തമാതിരി നാറ്റം 2 വാരം കുളിക്കാമ ഇരുന്നதுக்கு. 1 മാസം കുളിക്കാമ இருந்தா ഒളിമ്പിക് സ്വർണ്ണ കണ്ടിപ്പ എനിക്ക് താ കിടക്കുന്ന എന്റെ കോച്ച് சொன்னிருக்கு. ഗുസ്തി എനിക്ക് പുല്ലിടാ പുല്ല്. ഞാൻ ഒരു തടവ് சொன்ன ഒരേ ഒരു തടവ് சொன்ன മാതിരിതാ, തിരിയുമാ? നന്ദി മുനിയാണ്ടി സംസാരിച്ച് സ്റ്റുഡിയോ നാട്ടിച്ചതിന്. കൊച്ചി ഏകദിനം മഴ പോലും റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് ഇന്നലെ കൊച്ചിയിൽ ഹർത്താൽ ആചരിച്ചു. മൊഗാദിഷുവിലും ബുറുണ്ടിയിലും നോർത്തേൺ അത്തൂട്ടിയിലും കടകൾ അടഞ്ഞുകിടന്നു. സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും KSRTC ബസ്സുകൾക്ക് നേരെ വ്യാപകമായ കല്ലേറ്. ഫ്രാൻസിന്റെ പല ഭാഗത്തും ജനതാദൾ ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടു. കലാപം കാരണം കാരിയിൽ തൽച്ചാനും KSRTC ബസ്സുകൾ ബർദുബൈ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. ചിത്തമ്മ കാങ്കോക്കാസി എക്സ്പ്രസ് മുന്നേമുക്കിൽ തടഞ്ഞിട്ടിരിക്കുകയാണ്. കലാപത്തെ തുടർന്ന് ഹമീദ് കർസായി തങ്കയത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ നില ഇപ്രകാരമാണ്. സോമാലിയ 110 സ്വർണം, ജർമ്മനി 100 സ്വർണം, പട്ടാമ്പി 80 സ്വർണം, പുത്തൂർ 70 സ്വർണം, ഹമ്പഗട്ട 60, ബൽമട്ട 37, തട്ടാഞ്ചേരി 20 സ്വർണം, വടക്കൻ കക്കുന്നം 19, തെക്കൻ കക്കുന്നം 18, കൊപ്ര കിൻഡലിന് 1800 രൂപ, അടക്ക കിൻഡലിന് 1300 രൂപ. നായന്റെ മോനെ, ഇന്ന് രാത്രി വായിക്കട്ടെ. അങ്ങാടി നിലവാരമാണ് നീ ഇപ്പം വായിക്കുന്നത്. ശൈത്താൻ, ഇങ്ങനെയാണെങ്കിൽ പിന്നെ രാത്രി നീ എന്നതിനാ വായിക്കല്? ഇന്ന് എന്തെന്നാ നിനക്ക് പറ്റിയെന്നറിയില്ല മോനെ. ആകെ കൊളായിരിക്കുന്ന. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഇതിന് വാർത്ത വായിച്ചാൽ ശരിയാവില്ല. ഇതോടെ വാർത്ത കഴിഞ്ഞ് നാളത്തെ വാർത്ത അറബി ലീബ് തന്ന വായിക്കാം. ഹലോ, അന ഈജി ആഹി, അന ഈജി. എന്ത് സബൂറി ആഹി? എന്താ അറബി? ഹയവാനാ? എന്നെയാ? ഹറാമീനാ? അന അൽഹിനി ജി അറബി. കുഞ്ഞ് ചളിയപ്പള്ള. മാഷാ അല്ലാ, അന ഈ അൽഹിനി ജി. ഓക്കെ,
ഞാനെന്നാ ഇപ്പൊ പോയിട്ട് വരാം. അറബി വിളിക്കുന്നുണ്ട്. അറബിയുടെ കുഞ്ഞ് ചളിയും വെള്ളത്തിൽ വീണിട്ടുണ്ട്. അതിനെ ഇപ്പൊ കുളിപ്പിച്ചിട്ട് വൃത്തിയാക്കണം. പടച്ചോനെ, ഗൾഫുകാരൻ്റെ ഓരോരോ അവസ്ഥ.